ഹായ് ഫ്രണ്ട്സ്, പി സി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി എൻ്റെ ഫേസ്ബുക്ക് പി സി ഷൗക്കത്ത് എന്ന ഫേസ്ബുക്ക് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. എൻ്റെ യൂട്യൂബ് പി സി വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായി ഞാൻ ഒരു വീഡിയോ എനിക്കിന്ന് മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നിയ ഒരു വീഡിയോ എനിക്കിന്ന് ഒരാൾ അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ആ വീഡിയോ ആദ്യം ഒന്ന് കാണുക. കുഞ്ഞോളം കൊച്ചു പിണക്കവുമായി നടന്നു. പൊന്മണിപ്പൂവേ ചിങ്ങനിലാവെ നീ മണ്ണിൽ പൊതിഞ്ഞതെന്തേ? പൊന്നൊളി തൂകിയ വീഡിയോ കണ്ടില്ലേ? ഒരു പ്രവാസി എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കണമെന്ന് ഈ ഒരൊറ്റ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ 25 സെക്കൻഡ്, പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ വീഡിയോയിൽ. എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എത്ര ആളുകളാണ് ആ ഭക്ഷണം, ദുബായിലാണ്, അവിയർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മുന്നേ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ഡ്യൂട്ടിക്ക് 14 മണിക്കൂറും 15 മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തിരക്കാണ്. 100 ആളുകളോളം ഉണ്ടാവും ചിലപ്പോൾ അതിൽ. ഇതുപോലെ ആയിരിക്കാം എല്ലാ പ്രവാസികളും കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. തൻ്റെ കുടുംബം തന്നോടൊപ്പമുണ്ട് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. തൻ്റെ കുടുംബത്തെ ഒരു കരക്കെത്തിക്കാൻ വേണ്ടി. ഇവിടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്നത് ആർഭാടങ്ങളുടെ ഒരു കലവറയാണ്. ആർഭാടങ്ങൾ, അതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഒരു പ്രവാസി തൻ്റെ കുടുംബം നാട്ടിൽ സുരക്ഷിതമാവണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന പൈസ നമ്മളിവിടെ അനാവശ്യമായി ചിലവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. എല്ലാ പ്രവാസികളെയും, നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബത്തെ അല്ല പറയുന്നത്. ഏകദേശം വരുന്ന പ്രവാസി, ഇത്രയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചൊരു പ്രവാസി അവിടെ നിന്നിട്ട് നാട്ടിൽ നമ്മൾ അയക്കണ പൈസ പല ആവശ്യങ്ങൾക്കും അനാവശ്യമായി ചിലവഴിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിരുത്തിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ. അവന് ചിലപ്പോൾ ഒരു ചായ പോലും കുടിക്കുന്നുണ്ടാവില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കാണ്. ഇതിൽ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് മറ്റ് രാജ്യക്കാരൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവേണ്ടത് തൻ്റെ കുടുംബം സുരക്ഷിതമാവാനാണ് എല്ലാവരും ഈ കഷ്ടപ്പാടുകൾ. ഞാൻ ഇപ്പോൾ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ഈ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഓരോ പ്രവാസിയുടെ കുടുംബം തങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊക്കെ വളരെ കറക്റ്റായ കാര്യങ്ങൾ. ആ സുഹൃത്തിന് ഞാനൊരു ബിഗ് സല്യൂട്ട്, എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. പക്ഷേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കഷ്ടപ്പെട്ട് 30-40 കൊല്ലം നിന്നിട്ട് നാട്ടിൽ വരുമ്പോൾ ഈ പ്രവാസിയെ ആളുകൾക്ക് കണ്ടുകൂടാ. ആളുകൾക്കല്ല, കുടുംബത്തിന് തന്നെ കണ്ടുകൂടാ. കുടുംബത്തിന് കാണുക. കാരണം അവൻ്റെ അടുത്തുള്ള വരുമാനമില്ല. പിന്നെ അവനക്ക് ആകെ ബാക്കിയാവുന്നത് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, ഈ 3 സംഭവങ്ങളൊക്കെ ആയിട്ട് അസുഖക്കാരനായിട്ടായിരിക്കും പ്രവാസി തിരിച്ചു വരുന്നത്. എല്ലാ പ്രവാസികളുടെ ജീവിതം സെറ്റിലാക്കിയ ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ. സാധാരണ ഒരു 1000-നും 1200-നും 1500-നും ജോലി ചെയ്യുന്ന ഒരു സാധാരണ ആവറേജ് പ്രവാസിയുടെ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പ്രവാസിയൊന്നുമല്ല, പക്ഷെ ഞാൻ ഒരു ഗൾഫിൽ പോയിട്ട് ഈ സംഭവം പോയി കണ്ട ഒരാളാണ്. പക്ഷേ ഈ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവിടുന്ന്. ഞാൻ ഇതൊന്നും പറയാനൊരു അർഹനുമല്ല. പക്ഷേ എൻ്റെ ആ വിഷമം ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ മുന്നിൽ അനുഭവിച്ചു. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. തൻ്റെ പൊന്നോമന മകളായാലും പൊന്നോമന മകനായാലും, പൊന്നോമന മകളെ കുറിച്ച് ആദ്യം പറയാം. പ്രവാസി ഒരു ഉപ്പ പറയുന്ന മകൾ പറയുന്ന സാധനമൊക്കെ അത് കടം വാങ്ങിയിട്ടായാലും എന്ത് തന്നെ ആയാലും തൻ്റെ മകൾക്ക് അത് കൊടുക്കണം. അവളിനി അതില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് മകളെ പൊന്നുപോലെ നോക്കിയ വാപ്പ 19 വയസ്സ് 20 വയസ്സാകുമ്പോൾ മകൾ പറയണം, എനിക്കൊരാളെ ഇഷ്ടമാണ്. അത് ചിലപ്പോൾ മതത്തിൽപ്പെട്ടായിരിക്കാം. അതൊക്കെ അത് അവരുടെ ചോയ്സാണ്, അതല്ല പറയുന്നത്. പക്ഷേ അവനക്ക് തൻ്റെ കുടുംബം സുരക്ഷിതമായി, തൻ്റെ മകളെ തൻ്റെ ഭദ്രമായി ജോലി, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരാളെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കഷ്ടപ്പെടുന്ന പ്രവാസി പിന്നെ കേൾക്കുന്ന സംഭവം, പ്രവാസി എന്നല്ല എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെയുള്ള സംഭവങ്ങളാണ് കേൾക്കുന്നത്. മറ്റൊരു സംഭവമാണ്. അതുപോലെ തന്നെ മകൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, ബൈക്കാണെങ്കിൽ ബൈക്ക്, മൊബൈലാണെങ്കിൽ ഏറ്റവും പുതിയ ഫോണൊക്കെ ആയിരിക്കും ആ മകനക്ക് വാപ്പ വാങ്ങിക്കൊടുക്കുക. പക്ഷേ പിന്നെ കേൾക്കുന്ന സംഭവം മകൻ കഞ്ചാവ് കേസിൽ പെട്ട്, അല്ലെങ്കിൽ MDMൻ്റെ കേസിൽ പെട്ട് എന്ന് പറഞ്ഞ് അറസ്റ്റിലായി. പിന്നെ ഈ രക്ഷിതാവിൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ മാത്രമല്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനെ തന്നെയാണ്. മക്കളെ പൊന്നുപോലെയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ പ്രവാസികളെ പറഞ്ഞ് മറ്റു നാട്ടിൽ പറഞ്ഞ് എന്നുള്ളത്
ഇത് അങ്ങനെ ആരും ചിന്തിക്കരുത്, വീഡിയോ കാണുന്നവർ ചിന്തിക്കരുത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഭാര്യമാരെ കുറിച്ച് പറയുന്നത്. തൻ്റെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഭർത്താവ് ആ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നൊക്കെ ആയിരിക്കാം ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. 98% ഭാര്യമാരും പ്രവാസികളായിരിക്കും. തൻ്റെ കുടുംബം, ഭർത്താവ് എന്നുള്ള ചിന്തകൾ ജീവിക്കുന്ന ആളുകളായിരിക്കാണ്. പക്ഷെ അതല്ലാത്ത ആളുകളെ കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് പ്രവാസികൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. 25 സെക്കൻഡിലുള്ള ഒരു വീഡിയോ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങളില്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമസ്കാരം. എൻ്റെ വീഡിയോയും എൻ്റെ വാക്കുകളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും വരാം.